കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള. ഐ ഡിയർ നേഴ്സസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ പുതിയതായിട്ട് വേക്കൻസി വിളിച്ച കാര്യം നിങ്ങളെല്ലാം അറിയാമല്ലോ. DSSP ഡൽഹിയിലേക്കുള്ള വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിലേക്ക് പറയുന്നത്. അപ്പൊ ഇത് കാറ്റഗറി നമ്പർ 4/2024 എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന എക്സാം ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് 13/2/2024 ഫെബ്രുവരി 13 തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എനിവേ മാർച്ച് 13 വരെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. നഴ്സിംഗ് ഓഫീസറിന് ഏകദേശം 1507 വേക്കൻസികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജനറലുകാർക്ക് 724 വേക്കൻസി മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മളെല്ലാവരും ഔട്ട്സൈഡ് കേരള ഉള്ള എല്ലാവരും ജനറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ OBC എന്നോ EWS എന്നോ SC ST എന്നോ ഒന്നും വ്യത്യാസമില്ല. കാരണം DSSP വിൽ അക്സെപ്റ്റഡ് ഓൺലി ഇൻ ഡൽഹി സബോർഡിനേറ്റിന്റെ അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ ഡൽഹി ടെറിട്ടറിയിൽ, അല്ലെങ്കിൽ ഡൽഹി സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന മുനിസിപ്പാലിറ്റികളിൽ നിന്നോ താലൂക്ക് ഓഫീസുകളിൽ നിന്നൊക്കെ വിതരണം ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റ്സ്, OBC സർട്ടിഫിക്കറ്റിന് മാത്രമേ വാല്യൂ ഉള്ളൂ. മറ്റുള്ളവരെയൊക്കെ ഇറ്റ് ഈസ് കൺസിഡർ ആസ് ജനറൽ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെല്ലാവരും ജനറൽ കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റും എക്സെൻഷ്യൽ ക്വാളിഫിക്കേഷൻസിലൊക്കെ നമുക്ക് പോകാം. അപ്പൊ എല്ലാ എക്സാംസിനും പറയുന്നത് പോലെ തന്നെ ഇതിലും നഴ്സിംഗ് ഓഫീസർ കാറ്റഗറി പോസ്റ്റ് കോഡ് 2/24 എന്നുള്ള പോസ്റ്റ് കോഡിലാണ് നഴ്സിംഗ് എക്സാം വരുന്നത്. 605 ജനറൽ വേക്കൻസി, 119 ബാക്ക്ലോഗ് വേക്കൻസിയും വരുന്നുണ്ട് കേട്ടോ. ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിട്ട് അവിടെ ഉള്ള വേക്കൻസി, ഫ്രഷ് ആയിട്ടുള്ള 605 വേക്കൻസിയും കൂടെ ചേർന്നാണ് 119 പ്ലസ് 605 എന്നുള്ള വേക്കൻസി വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BSc പോസ്റ്റ് ബേസിക് MSc കാർക്ക് യാതൊരു വിധമായിട്ടുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല. JNM കാർക്ക് 50 വീട്ടിന്റെ 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേണ്ടി വരും കേട്ടോ. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഈക്വലന്റ് പേ സ്കെയിൽ ആണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും കേട്ടോ. കുറെ അലവൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 44,900 മുതൽ 1,42,400 രൂപ വരെ സാലറി ലഭിക്കാവുന്നതാണ്. അതുപോലെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. പക്ഷെ കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ് ചെയ്തവർക്ക് 150 ദിവസത്തിൽ കൂടുതൽ ഡൽഹി സബോർഡിനേറ്റിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവർക്ക് ഒരു 5 വർഷത്തെ അഡീഷണൽ ഇളവും കൂടെ ജനറൽക്കാർക്ക് കൊടുക്കുന്നുണ്ട്. OBC-കാർക്ക് 8 വർഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീണ്ടും പറയുന്നു, ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് അയക്കുന്നത്. പോസ്റ്റ് കോഡ് 2/24 ആയതുകൊണ്ട് നമുക്ക് വൺ ടൈം ടെക്നിക്കൽ എക്സാമിനേഷനിലോട്ടാണ് വരുന്നത്. അതിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. സെക്ഷൻ A ആൻഡ് സെക്ഷൻ B എന്ന് പറഞ്ഞ് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. സെക്ഷൻ B എന്ന് പറയുന്നത് 20 മാർക്കിന് മാത്രമേ ഉള്ളൂ. 20 മാർക്ക് വെച്ച് 5 പാർട്ട്, അതായത് 100 മാർക്ക് സെക്ഷൻ Aയും സെക്ഷൻ B എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി MCQ ബേസ് ചെയ്തുകൊണ്ടുള്ള 100 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗ് പാർട്ടിൽ നിന്നുമാണ് വരുന്നത്. അതായത് ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ്, അരിത്തമെറ്റിക് ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റിംഗ് നോളജ് ഓഫ് ഹിന്ദി കോംപ്രിഹെൻഷൻ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻസ് കേട്ടോ. അപ്പൊ ലാംഗ്വേജ് പാസേജ് എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഹിന്ദി പാസേജ് എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. പിന്നെ ജനറൽ അവയർനെസ് GK ക്വസ്റ്റ്യൻ ഉണ്ട്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അരിത്തമെറ്റിക്കൽ ന്യൂമറിക്കൽ എബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും 20 20 20 കേട്ടോ. എനിവേ ഞാൻ സിംപിളി അഡ്വൈസ് ചെയ്യണം, നല്ലതുപോലെ ഹിന്ദി വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്നവർ ദയവ് ചെയ്ത് ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം ഓരോ ക്വാളിഫൈ ആയിട്ട് 20 പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പാർട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ആയിട്ട് 100 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗ് വരുന്നുണ്ട്. അതിലും ഈ പറയുന്ന എബോവ് 50% സ്കോർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 1 ടയർ ആൻഡ് 2 ടയർ എക്സാമിനേഷൻ സ്കീമാണ് വരുന്നത്. ടയർ 1 എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്വാളിഫിക്കേഷൻ ഇൻ നേച്ചർ ആണ് വരുന്നത്. ടയർ 2 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മാർക്കിംഗ് ബേസ് ആണ്. ടൈപ്പ് 1-ൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ 200 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞതിൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ചെയ്താൽ മതി. ഈ പറയുന്ന അരിത്തമെറ്റിക് അതിലൊന്നും മാർക്ക് കൗണ്ട് ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പുറത്ത് നിങ്ങൾ ടയർ 2-ലോ എന്നിട്ട് പറയും നമുക്ക് കൊടുത്തിരിക്കുന്ന എക്സാംസിൽ 100 നേഴ്സിംഗ് ക്വസ്റ്റ്യൻസിൽ അതിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ബേസ് ചെയ്ത കാര്യം നിങ്ങളുടെ മെറിറ്റ് മാർക്ക് വരും കേട്ടോ. ഓക്കെ, ഇനി ടയർ 1 ടയർ 2 എക്സാം ഒക്കെ ഇവിടെ ഒന്നിച്ച് റിട്ടേൺ എക്സാം ഒരൊറ്റ എക്സാം ആയിട്ടാണ് ഇവര് നടത്തുന്നത്. ഓക്കെ, വേറെ കാറ്റഗറീസ് വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു. കേരളത്തിൽ നിന്ന് അയക്കുന്നവർക്കെല്ലാം തന്നെ 30 വയസ്സിൽ താഴെയുള്ളവരും അതുപോലെ ഏത് റിസർവേഷൻ ഉള്ളവരായാലും ഇറ്റ് ഷുഡ് ബി ഇൻ ജനറൽ കാറ്റഗറി. ഓക്കെ,
അപ്പൊ ഇത്രയൊക്കെയാണ് നിലവിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ എക്സാം വരുന്നതായിരിക്കും. കൂടിപ്പോയാൽ ഒരു വർഷം കേട്ടോ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ എക്സാം ഡൽഹിയിലെ വിവിധ സെന്ററുകളിൽ ഡൽഹിയിൽ വെച്ച് തന്നെയാണ് ഇതിന്റെ എക്സാംസ് നടക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ എക്സാംസ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും കമന്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഡൗട്ട്സ് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക.